നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മടവൂർ ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയുടെ വീടിന് മുന്നിലാണ് അപകടമുണ്ടായത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഏറ്റവും നിർഭാഗ്യകരമായ വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വീടിന് തൊട്ട് മുന്നിൽ ഇങ്ങനെ ഒരു അപകടമുണ്ടാവുക. ഇതെന്താണ് ഇതിന് കാരണമെന്നാണ് മറ്റ് വിശദാംശങ്ങൾ? അനുജ, തീർച്ചയായും ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് തിരുവനന്തപുരം മടവൂരിൽ നിന്ന് വൈകിട്ട് 4:30 പുറത്തു വന്നത്. മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണേന്ദുവാണ് അപകടത്തിൽ മരിച്ചത്. അതേ സ്കൂളിൽ തന്നെ സ്കൂൾ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിലാണ് കൃഷ്ണേന്ദുവിന് ദാരുണമായ മരണം ഉണ്ടായത്. വൈകിട്ട് 4:30 തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ബസ് പോവുകയും കൃഷ്ണേന്ദുവിന്റെ വീടിന് മുൻഭാഗത്ത് വെച്ച് കൃഷ്ണേന്ദുവിനെ ഈ ബസ്സിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. പിന്നീട് ഈ ബസ് മുന്നോട്ടെടുക്കുന്നതിനിടെ കൃഷ്ണേന്ദുവിന്റെ ദേഹത്തോടെ ബസ് കയറി ഇറങ്ങി എന്നതാണ് നാട്ടുകാർ അറിയിക്കുന്ന കാര്യം. ഈ മുൻഭാഗത്തുകൂടി ഈ ബസ്സിനെ മറികടക്കുന്ന ഘട്ടത്തിൽ കാലിൽ കേബിൾ കുരുങ്ങുകയും ബസ്സിന്റെ മുൻഭാഗത്തേക്ക് ഈ കുട്ടി വീഴുകയുമായിരുന്നു. തുടർന്ന് ഈ ബസ് മുന്നോട്ടെടുക്കുകയും കുട്ടിയുടെ ദേഹത്തേക്ക് ബസ് കയറി ഇറങ്ങി എന്നതാണ് നാട്ടുകാർ അറിയിക്കുന്ന കാര്യം. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നതാണ് നാട്ടുകാർ അറിയിക്കുന്ന കാര്യം. തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തുമ്പോൾ ആശുപത്രി അധികൃതരും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത്. ഈ അപകടത്തിന് പിന്നാലെ തന്നെ സ്ഥലത്ത് പോലീസ് എത്തി ഈ സ്കൂൾ ബസ് ഓടിച്ച ഡ്രൈവറെയും ബസ്സും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് ഒരു ഗ്രാമീണ മേഖല കൂടിയാണ്. വലിയ തിരക്കുള്ള റോഡൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് കൂടുതൽ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് കൂടുതൽ വാഹനങ്ങളോ ഒന്നും തന്നെ. ഡ്രൈവർ എന്തെങ്കിലും പറഞ്ഞതായി നമുക്കറിയാമോ? എന്ത് സംഭവിച്ചു എന്നുള്ളത്? അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നവർ ഉള്ള ബസ്സാണോ? അനുജ, ഈ ഡ്രൈവർ പ്രധാനമായും നിലവിൽ പറയുന്ന കാര്യം കുട്ടി മുന്നിലേക്ക് വരുന്ന കാര്യം കണ്ടില്ല എന്നുള്ളൊരു പ്രാഥമിക മൊഴി മാത്രമാണ് നിലവിൽ ഡ്രൈവർ നൽകിയിരിക്കുന്നത്. അത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോകുന്നില്ല. കൃത്യമായ ഒരു പരിശോധന, അന്വേഷണം അടക്കം ഇതിൽ നടക്കുമെന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ സമയത്ത്, ഈ അപകടം നടക്കുന്ന സമയത്ത് മറ്റൊരു വാഹനം കൂടി ആ പരിസരത്തുണ്ടായിരുന്നു. ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഈ യാത്രക്കാരാണ് പറഞ്ഞത് ഈ കുട്ടി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ആ സമയത്ത് കുട്ടിയുടെ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. തൊട്ട് എതിർവശത്തുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനാണ് കുട്ടി ശ്രമിച്ചത്. അങ്ങനെ ബസിന്റെ മുൻഭാഗത്ത് കൂടി മറികടന്ന് പോകുന്നതിനിടെ ഈ കുട്ടിയുടെ കാലിൽ കേബിൾ കുരുങ്ങുകയും കുട്ടി മുൻഭാഗത്തേക്ക് വീഴുകയുമായിരുന്നു എന്നതാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിലെ യാത്രക്കാർ പറഞ്ഞത്. പക്ഷേ ഇത് ശ്രദ്ധിക്കാതെ ഡ്രൈവർ മുന്നോട്ട് വണ്ടി എടുക്കുകയും കുട്ടിയുടെ ദേഹത്തോടു കൂടി വണ്ടി കയറി ഇറങ്ങുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നതാണ് ഈ ദൃക്സാക്ഷികൾ 1-2 പേർ പറയുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ ഈ LP സ്കൂളിലെ കുട്ടികളാണ്. ഇപ്പോൾ പോകുമ്പോൾ കൃത്യമായി ബസ്സിൽ ഉണ്ടായിരിക്കണം. ഈ കുട്ടികളെ സുരക്ഷിതമായി വീട്ടിൽ എത്തിച്ച് അല്ലെങ്കിൽ ബന്ധുക്കളുടെ കയ്യിൽ കുട്ടികളെ കൈമാറി വേണം ഈ തിരികെ വരാൻ. അത്തരത്തിലുള്ള കൃത്യമായൊരു നടപടികളും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ബസ്സിൽ ഉണ്ടായിരുന്നോ? അതിൽ നമുക്കിപ്പോ വ്യക്തതയായിട്ടുണ്ടോ? അനുജ, അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനി വരാനുണ്ട്. കാരണം ഈ മറ്റു കുട്ടികളെ അവിടെ ഇറക്കിയതിനു ശേഷം ഈ കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ വാഹനം എത്തുകയും കൃഷ്ണേന്ദുവിനെ ഇറക്കുകയും ചെയ്തു. ആ സമയത്ത് കൂടുതൽ കുട്ടികളൊന്നും തന്നെ ബസ്സിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു സ്ഥിരീകരണം വരും. ഇതുമായി ബന്ധപ്പെട്ട ഈ പോലീസ് കൃത്യമായി ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. നിലവിൽ ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ നാട്ടുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. CCTVകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്, ഗ്രാമീണ മേഖലയാണ്. ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാതിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന 1-2 പേരാണ് ആദ്യഘട്ടത്തിൽ ഓടിയെത്തുകയും പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക്. മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി മരണത്തിന് കീഴടങ്ങിയത്. ഇപ്പോൾ ഒരു പ്രതികരണം ഇതിൽ വന്നിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഇന്ന് ഏകദേശം ഒരു 4:30 മണിയോടുകൂടി നമ്മുടെ കൃഷ്ണേന്ദുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ്സിൽ വന്നിറങ്ങുകയും കുറച്ച് മുന്നോട്ടേക്ക് ബസ്സിൽ ഇറങ്ങിയ ശേഷം കുറച്ച് മുന്നോട്ടേക്ക് അത് നടന്നു പോയ സമയത്ത്
അവിടെ റോഡിൽ കിടന്ന കേബിളിലോ വയറിലോ കണ്ട് കുഴിഞ്ഞ് ആ വണ്ടിക്ക് അടിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ കുട്ടി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു 15 മിനിറ്റോ എടുത്തു ഞാനിവിടെ എത്തി. ഞാൻ വാർഡിലെ മെമ്പറാണ്. ഒരു 15 മിനിറ്റ് എടുത്തു ഞാനിവിടെ എത്താൻ. ഞാനിവിടെ വന്ന സമയത്ത് കുട്ടിയെ കൊണ്ടുപോയി ആംബുലൻസ് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അന്നേരം തന്നെ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. കുട്ടിയുടെ വീട്ടിൽ ഈ സമയത്ത് അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. മടവൂർ LP സ്കൂൾ വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് ബസ് തലയിലൂടെ കയറിയിറങ്ങി ദാരുണമായി ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. മണികണ്ഠൻ ആചാരി ശരണ്യ ദമ്പതികളുടെ മകളാണ് കൃഷ്ണേന്ദു. കുട്ടിയുടെ സ്ഥലം വീടുള്ള അവിടുത്തെ വാർഡ് മെമ്പറുടെ പ്രതികരണമാണിപ്പോൾ കണ്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു, പെട്ടെന്നൊരു കേബിൾ കാലിൽ കുരുങ്ങി വീഴുകയാണ്. പക്ഷേ അത് ഡ്രൈവർ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കാണാതെ ബസ് മുമ്പോട്ടെടുക്കുമ്പോൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി ഉടനടി മരണം സംഭവിച്ചു എന്നതാണ്. ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോയി, പക്ഷേ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം. ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതിനാൽ അതുവരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയണം. എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനുള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയതോടെ ബോബി ചെമ്മണ്ണൂർ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരും. അടിയന്തരമായി ജാമ്യഹർജി പരിഗണിക്കണമെന്ന ബോബിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഇടക്കാല ജാമ്യത്തിനായി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ശ്രമം നടത്തിയെങ്കിലും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം മാത്രമാണ് ബോബിക്കുമുള്ളതെന്നും അടിയന്തരമായി ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകിയെങ്കിലും മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകി കോടതി ഹർജി മാറ്റുകയായിരുന്നു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല, തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ലെന്നും ബോബി ചെമ്മണ്ണൂർ ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 24 കൊച്ചി. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ നിയമന വിവാദം ചർച്ചയാകുന്നതിനിടെ MLA IC ബാലകൃഷ്ണന് കുരുക്കായി ശുപാർശ കത്ത്. DCC പ്രസിഡന്റ് ആയിരിക്കെ സുൽത്താൻ ബത്തേരി ഏർബൻ ബാങ്കിൽ നിയമനം നൽകണമെന്ന് IC ബാലകൃഷ്ണൻ ശുപാർശ ചെയ്യുന്ന കത്താണ് പുറത്തുവന്നത്. അതേസമയം NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും അറസ്റ്റ് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞു. 2021 IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശക്കത്താണ് പുറത്തുവന്നത്. അർബൻ ബാങ്കിലെ സ്വീപ്പർ തസ്തികയിൽ പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് നിയമനം നൽകാനായിരുന്നു കത്ത്. ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നെന്മേനിക്കുന്ന് സ്വദേശിക്ക് നിയമനം നൽകി. ഈ നിയമനത്തോടെയാണ് ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ മകൻ ജിജേഷിന് അർബൻ ബാങ്കിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടതെന്നാണ് CPIM ആരോപണം. ഇതിനു പിന്നിൽ കോഴയിടപാടാണെന്ന് കാണിച്ച CPIM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ പോലീസിൽ പരാതി നൽകി. കേസെടുത്തതിന് പിന്നാലെ താൻ ഒളിവിൽ പോയെന്ന പ്രചാരണം ശരിയല്ലെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു. 2 ദിവസത്തിനകം വയനാട്ടിൽ തിരിച്ചെത്തും. നീതിന്യായ വ്യവസ്ഥയിൽ പരിപൂർണ വിശ്വാസമുണ്ടെന്നും IC ബാലകൃഷ്ണൻ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കർണാടകയിൽ വന്നതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നോ നാളെയായിട്ട് നാട്ടിലെത്തും. ഞാനൊരു ജനപ്രതി എന്ന നിലയ്ക്ക് ഒളിച്ചോടേണ്ട ആളല്ല, ഒളിവിൽ പോകേണ്ട ആളല്ല. നീതിന്യായ ബഹുമാനപ്പെട്ട കോടതിയെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വാസമുണ്ട്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് നടപടി. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞത്. IC ബാലകൃഷ്ണൻ MLA രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. 24 വയനാട്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല. NM വിജയന്റെ കുടുംബം കോൺഗ്രസിനൊപ്പമാണ്. PV അൻവറിനെ UDF-ൽ എടുക്കുന്നതിൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും. ഏതായാലും ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒരു അവരുടെ നിലപാട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ, വന്ന ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കും. PV അൻവറെ UDF-ൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല.
പക്ഷെ PV അൻവർ ഉയർത്തിപ്പിടിക്കുന്ന ചില പ്രശ്നങ്ങളോട്, പ്രത്യേകിച്ച് വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളതിനോട് നമുക്ക് യോജിപ്പുണ്ട്. പിന്നെ അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത രീതിയോട് നമ്മൾക്ക് എതിർപ്പുണ്ട്. മറ്റു കാര്യങ്ങൾ പാർട്ടിയും UDF-ഉം ആലോചിച്ച് തീരുമാനിക്കണം. 6 പതിറ്റാണ്ടായി മലയാളി കേട്ടുപതിഞ്ഞ സ്വരവിസ്മയം ഇനി ഹൃദയങ്ങളിൽ അനശ്വരം. കാലത്തെ സ്നേഹാർദ്രമാക്കിയ ഭാവഗായകൻ P. ജയചന്ദ്രന് മലയാളക്കര വിട നൽകുകയാണ്. പ്രിയപ്പെട്ട പാട്ടുകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് പേരാണ് പൂങ്കുന്നത്തെ വസതിയിലും തൃശൂർ സംഗീത നാടക അക്കാദമിയിലും എത്തിയത്. നാളെയാണ് സംസ്കാരം. ആഴത്തിൽ പതിഞ്ഞതും കേട്ടുമതിവരാത്ത പാട്ടുകളും ഇനി ബാക്കി. പ്രിയഗായകൻ P. ജയചന്ദ്രന് കലാകേരളം വിട ചൊല്ലുകയാണ്. തൃശൂർ പൂങ്കുന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലും ആയിരങ്ങളാണ് P. ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. രാഷ്ട്രീയ നേതാക്കളും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും P. ജയചന്ദ്രനെ അവസാന നോക്ക് കണ്ടു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ മലയാളത്തിന്റെ ഭാവഗായകന് ആദരമർപ്പിച്ചു. വൈകാരികമായാണ് P. ജയചന്ദ്രനുമൊത്തുള്ള സൗഹൃദത്തെ പലരും ഓർത്തെടുത്തത്. ജയചന്ദ്രൻ ഹിറ്റ് മേക്കറാണ്. ജയചന്ദ്രൻ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കുറവാണ്. മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു പുണ്യാത്മാവാണ്. കാരണം ഈ ഒരു ദിവസം നമ്മളെയൊക്കെ വിട്ടു പിരിഞ്ഞു പോയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും 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 ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. P. ജയചന്ദ്രന്റെ വിയോഗം പൂങ്കുന്നത്തുകാർക്കും താങ്ങാൻ കഴിയുന്നില്ല. വൈകിട്ട് പാട്ടും പതിവ് നടത്തവുമായെത്തുന്ന ജയേട്ടൻ ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറയുന്നു. ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് ഗുരുതരമായിട്ടൊരു സ്ഥിതി തന്നെ ആയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ജയേട്ടൻ പോകുമെന്ന് വിചാരിച്ചില്ല. വളരെ നല്ല മനുഷ്യനായിട്ടുള്ള പെരുമാറ്റം, അയൽക്കാരോടെല്ലാം വളരെ തൃപ്തികരമായിട്ട് പെരുമാറി എല്ലാം ചെയ്യുന്ന ഒരാളാണ്. വളരെയധികം പരിചയമുണ്ട്. നല്ലൊരു ഭാവഗായകനെ നഷ്ടപ്പെട്ടു. അത് സങ്കടമുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് 3:30 ചേന്നമംഗലം പാലിയത്ത് തറവാട്ട് വളപ്പിലാണ് P. ജയചന്ദ്രന്റെ സംസ്കാരം. രാവിലെ 8 മണിയോടെ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് മൃതദേഹം പാലിയത്തേക്ക് കൊണ്ടുപോകും. 24 തൃശൂർ. സൂരജ് സജി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായുണ്ട്. സൂരജ്, ഇപ്പോൾ മൃതദേഹം വസതിയിലാണുള്ളത്. അവിടേക്ക് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണോ? അനുജ, തീർച്ചയായും കേരളത്തിൻ്റെ ഭാവഗായകനെ വിട ചൊല്ലുകയാണ് നാട്. രാവിലെ മുതൽ തന്നെ ഈ വസതിയിലേക്ക് 100 കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ വസതിയിൽ ആദ്യമായി മൃതദേഹം എത്തിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് 11 മണിയോടുകൂടി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചയോടുകൂടിയാണ് വീണ്ടും വീട്ടിലേക്ക് ഈ മൃതശരീരം എത്തിക്കുന്നത്. അതിനുശേഷം ഈ ഉച്ചയ്ക്ക് ശേഷം എല്ലാം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അത് ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നും അടക്കം ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടൻ മമ്മൂട്ടി, അതോടൊപ്പം തന്നെ ഗായകൻ MG ശ്രീകുമാർ അടക്കം ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. നിരവധി സിനിമാ താരങ്ങളടക്കം ഉച്ചയ്ക്ക് ശേഷം ഈ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഈ ഭാവഗായകൻ്റെ ഭാവങ്ങൾ തന്നെയാണ് ഇവർക്കെല്ലാവർക്കും ഈ ഓരോ നിമിഷത്തിലും ഓർത്തെടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നാടിനെ സംബന്ധിച്ചും പൂങ്കുന്നത്തെ സംബന്ധിച്ചും വളരെ വൈകാരികമായ അടുപ്പം ഇദ്ദേഹവുമായി ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇദ്ദേഹം ഈ സായാഹ്ന നടത്തത്തിന് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നാട്ടുകാരുമായി പാട്ടും സംസാരവും ഒക്കെയായി ഇവരുമായി ഇഴുകിച്ചേരുന്ന സമയമാണ്. ആ സമയത്ത് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ പ്രിയപ്പെട്ട നാട്ടുകാരടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം അനുജ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇരിങ്ങാലക്കുടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. താമസം ഏറെക്കാലം എറണാകുളത്തായിരുന്നു ജനനമെങ്കിൽ പോലും പിന്നീടുള്ള താമസമെല്ലാം ഇരിങ്ങാലക്കുടയിലായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. സംഗീത ലോകത്തേക്ക് എത്തുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊതുദർശനം വേണമെന്നൊരു ആവശ്യം ഇന്നലെ മുതൽ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ അതിൽ കുടുംബാംഗങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ രാവിലെ 8:30 ഇരിങ്ങാലക്കുടയിൽ താണാവ് ജംഗ്ഷനിൽ 15 മിനിറ്റ് നേരം ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഇരിങ്ങാലക്കുടക്കാർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം കൂടി ഒരുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ 8 മണി വരെ ഞാനിപ്പോൾ നിൽക്കുന്ന പൂങ്കുന്നത്തായിരിക്കും മൃതദേഹം ഉണ്ടാവുക. അവിടെ എത്തി ആളുകൾക്ക് ഇദ്ദേഹത്തെ കാണുന്നതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കും. രാവിലെ 8 മണിയോടുകൂടിയാണ് പിന്നീട് ഈ ചേന്നമംഗലത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അതുവരെ ഇവിടെ എത്താൻ കഴിയും. ഇരിങ്ങാലക്കുടയിൽ നാളെ 8:30 പൊതുദർശനവും നിശ്ചയിച്ചിട്ടുണ്ട് അനുജ. ശരി, നിലവിൽ P. ജയചന്ദ്രന്റെ മൃതദേഹമുള്ളത് അദ്ദേഹത്തിന്റെ പൂങ്കുന്നത്തെ വസതിയിലാണ്. നാളെ രാവിലെ 8 മണി വരെ മൃതദേഹം അവിടെ ഉണ്ടാകും.
തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതന ആശയങ്ങളും നേതൃപാടവവും വളർത്തുന്നതിനായി 24 സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് നാളെ തുടങ്ങും. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കണ്ടന്റ് ലോഞ്ച് ചെയ്യും. സുസ്ഥിര സമ്പദ് വ്യവസ്ഥയ്ക്ക് സംരംഭകത്വം അത്യന്താപേക്ഷിതമാണ്. കേരളത്തെ സംരംഭക സൗഹൃദ സംസ്ഥാനമാക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 24 ബിസിനസ് കോൺക്ലേവ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. വ്യവസായ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന കോൺക്ലേവിന് നാളെ കൊടിയേറും. വിഖ്യാതരായ പ്രൊഫഷണലുകളെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ബിസിനസ് കോൺക്ലേവ് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കുകയാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക. ഇതിൻ്റെ വ്യത്യസ്ത എന്താണെന്ന് പറഞ്ഞാൽ അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയ ആളുകൾ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളൂ. പ്രധാനവും ആയിട്ടും 3 വിഷയത്തിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 1, 2047 വികസിത ഇന്ത്യ എങ്ങനെയായിരിക്കും. 2, പബ്ലിക് ഇഷ്യൂസിന് പോകുമ്പോൾ IPO എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ മൂന്നാമത്തെ കാര്യം, ലോകത്തിൻ്റെ മാറ്റം ഇന്ന് നിങ്ങൾക്കറിയാം നിർമ്മിത ബുദ്ധിയിലൂടെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയം കൂടി നാളെ ചർച്ച ചെയ്യും. ഏറ്റവും പ്രധാനം, ഈ പ്രൊഫഷണലുകൾ സംസാരിക്കുന്നത് സംരംഭകരായി വന്നിട്ടുള്ള ഈ ബിസിനസ് രംഗത്ത് തങ്ങളുടെ മാന്ത്രികമായ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരുടെ മുന്നിലാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്ലേവാണ് നാളെ 24 സംഘടിപ്പിക്കുന്നത് കൊച്ചിയിൽ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അതിവേഗത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണവും കോൺക്ലേവിന്റെ ലക്ഷ്യമാണ്. ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047, ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക്, AI ഡ്രിവൻ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ, IPO, ഡീറ്റെയിൽസ് ഡിസ്കഷൻ എന്നീ വിഷയങ്ങളിലെ പാനൽ ചർച്ചകളാണ് കോൺക്ലേവിലെ പ്രധാന ആകർഷണം. രജിസ്ട്രേഷനിലൂടെയാകും പ്രവേശനം. KLM മാക്സിവയുടെ പങ്കാളിത്തത്തോടെയാണ് കോൺക്ലേവ് നടത്തുന്നത്. പുത്തനാശയങ്ങൾ പങ്കുവയ്ക്കുന്ന വ്യത്യസ്ത സെഷനുകളിൽ ആഗോള പ്രമുഖർ വിഷയാവതരണം നടത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, MP-മാരായ ശശി തരൂർ, ഹൈബി ഈഡൻ, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, ഇന്ത്യയുടെ മുൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ എന്നിവർ കോൺക്ലേവിൽ പങ്കെടുക്കും. 24 കൊച്ചി. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുമായി TK റീജിത്ത്. നമസ്കാരം.